ശരി എന്നാ ഞാൻ നിന്നോട് എത്ര തവണ പറയണോ എന്റെ പോസ്റ്റിലൊക്കെ ലൈക്ക് അടിക്കണമെന്ന്. ലൈക്കും അടിക്കൂല്ല എന്റെ അമ്മോ. പോയടാ അവിടുന്ന്. അതെ നീ എന്നെ കുറ്റം പറയുന്ന അവിടെ നിക്കട്ടെ. 3-4 മാസമായിരുന്നു നീ മറ്റേ നിഹയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ കാര്യം എന്താ? നീ ഒന്ന് വിളിക്കെങ്കിലും ചെയ്തത്? എടാ ഞാനെങ്ങനെ വിളിക്കാൻ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ. പിന്നെ ഓൺലൈനാണെങ്കിൽ ഫോണും ഇല്ല. ഫോണില്ല എനിക്ക്. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഫോൺ വാങ്ങിച്ചോ. ഓൺലൈൻ ക്ലാസ്സാ ഫുള്ള്. മോളെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇപ്പൊ അറിയാല്ല, കയ്യില് പൈസയൊന്നുമില്ല. ഞാനേ ഒന്ന് അമ്മയടുത്തൊന്ന് ചോദിക്കട്ടെ. വിദ്യ നിനക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഏട്ടാ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തത് തന്നെ കൊടുത്തു തീർക്കാറുണ്ട്. എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കാര്യത്തിൽ മാത്രമേ പിശുക്കുള്ളൂ, വേറെ ഒന്നിലും ഇല്ല. ഹലോ നിഹാരികയുടെ അച്ഛനല്ലേ? അതെല്ലോ, ഞാൻ CKCHS PTA പ്രസിഡന്റാണ്. പറഞ്ഞോ സാറേ. മോൾക്ക് ഫോണില്ലാന്ന് കേട്ട് സ്കൂളിൽ നിന്നേ കുറച്ച് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അതിൽ മോളുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ശരി സാറേ, വളരെ ഉപകാരം സാറേ. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം വീട്ടിലേക്ക് വരാം ഫോണായിട്ട് കേട്ടാ. എപ്പോഴാണെന്ന് വിളിച്ചറിയിക്കാം. ശരി സാറേ, ശരി സാർ. ഞാൻ സ്കൂളിൽ നിന്നാണ് PTA പ്രസിഡന്റ്. സാറേ എന്നാ അകത്തേക്ക് ഇരിക്കാം. വേണ്ട കുഴപ്പമില്ല, നമ്മളിവിടെ നിന്നോളാം. കുഴപ്പമില്ല. വേണ്ട, ഇവിടെ നല്ല സ്പോട്ടാണ്, നല്ല ഫോട്ടോ ഒക്കെ വരും. ഉള്ളിൽ പോണ്ട, നല്ലതാണ് ഇവിടെ. മോളെവിടെ? ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. മോളെ നിഹ, സ്കൂളിൽ നിന്ന് സാറന്മാരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊടുത്താൽ മതി. നമുക്കൊരു ഫോട്ടോ എടുക്കാനല്ല കൊടുക്കണ്ട. ഒരു ഫോട്ടോ എടുക്കണം. എടുക്കാൻ അല്ല സാറ് കൊടുക്കണം, നമുക്ക് അതാണല്ലോ വേണ്ടത്. സാറ് വിളിച്ചു. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ഇറങ്ങാം. എന്തെങ്കിലും വിളിച്ചിട്ട് പോവാ സാറേ. വെള്ളം കുടിക്കാനല്ല മോളെ, ഇത് പഠിക്കാനോ കാര്യത്തിന് മാത്രം ഈ ഫോൺ ഉപയോഗിക്കുക. ഇത് ഓൺലൈനിൽ ക്ലാസ് നടക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിന്ന് ഇപ്പോൾ മോൾക്ക് തരുന്ന ഫോണാണ്. അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. ഇറങ്ങാമല്ലോ. നീ എനിക്ക് ആ ഫോട്ടോ ഡോക്യുമെന്റ് അതെല്ലാം അടിച്ചോട്ടെ, എല്ലാം ഫോർവേഡ് ചെയ്യണം. നീ ഇപ്പൊ തന്നെ അയക്കാം. ഇട്ടിട്ടുണ്ടല്ലോ, ഡോക്യുമെന്റ് ആയിട്ട് അയക്കണം. ഡോക്യുമെന്റ് ഇട്ടിട്ടാ. ഓക്കെ. നീ രാവിലെ മുതൽ തുടങ്ങിയതാണല്ല. അവര് ഫോൺ തന്നിട്ട് 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഏത് നേരവും വാട്സപ്പും ഫേസ്ബുക്കും തന്നെ. ആവശ്യമില്ലാത്തതൊന്നും എടുക്കാൻ നിൽക്കണ്ട. പഠിക്കാനുള്ളത് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഫോൺ മേടിച്ചു വെക്കൂട്ടോ. ഹലോ, നിഹാരികയല്ലേ? അതെ. ഞാനൊരു സ്പെഷ്യൽ ട്യൂഷൻ്റെ കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്കൂളിൽ ഒരു ടാലൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ മോളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ആ പ്രൊഫൈൽ ഫോട്ടോ മോളുടെ പടം തന്നെ ഇടണേ.
നമ്മുടെ മറ്റേ നിധിയില്ലേ, അവളിപ്പോ ഫോണൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ 3-4 മാസമല്ല. എനിക്കൊന്ന് വിളിച്ചോന്നല്ല. ഞാൻ കൊറേ വട്ടം വിളിച്ച്, എപ്പോ വിളിച്ചാലും ബിസിയാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ട്രൈ ചെയ്യണ്ട്. എന്നാലും നിനക്കൊന്നുകൂടെ ട്രൈ ചെയ്യാൻ പാടില്ലായിരുന്നു നിനക്കൊന്നും. അല്ല ഇത്രയും വിളിക്കാൻ എന്താണ് പരിപാടി? വല്ല ഫ്രണ്ട്സ് ആയിരുന്നു പോയത്. അതെ മോളെ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? മോള് ഏട്ടൻ പറഞ്ഞതൊന്ന് അയക്ക്. ഇല്ല പറ്റില്ല, പേടിക്കണ്ട, ഞാൻ ആർക്കും കൊടുക്കില്ല. എനിക്ക് പേടിയാണ്, ഞാൻ അമ്മേനോട് പറയും. ഏട്ടനെ വെറുതെ ദേഷ്യം കേറ്റല്ലേ മോളെ. മോളുടെ സാധാ ഫോട്ടോ ഞാൻ ഒരു മാജിക് ആക്കിയിട്ടുണ്ട്, കാണണോ? വേണ്ട. ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. മോളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ സാധാ ഫോട്ടോ ഏട്ടനതാ. ഇല്ല ഇല്ല മോളെ, മാജിക് വേണോ? തരാം. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂൾ തുറക്കണല്ലേ? എത്ര നാളാ ഓൺലൈനിൽ നിന്ന് പഠിച്ചത്? ആ മോളെ എത്തിയാ? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. കൂട്ടുകാരെയൊക്കെ കണ്ട? മോളെന്നാ ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ഹലോ മോളെ, സ്കൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആരാ മോളെ? ശ്രേയ അമ്മ. ശ്രേയ, അന്ന് അയച്ച ഫോട്ടോയിലെ കുട്ടിയാണോ? നമ്മൾ കുറെ നാളായില്ലേ മോളെ ഫ്രണ്ട്സ് ആയിട്ട്, നമുക്കൊന്ന് കാണണ്ടേ? വേണ്ട. അങ്ങനെ പറയല്ലേ മോളെ. നാളെ സ്കൂളിനടുത്തായിട്ട് കാറും കൊണ്ടുവരാം. ഒരു 30 മിനിറ്റ് എൻ്റെ കൂടെ വരണം. വേണ്ട. മോളുടെ കൂട്ടുകാരിയുടെ ഫോട്ടോയും മാജിക് ആക്കി കാണിച്ചു തരട്ടെ മോളെ? വേണ്ട. എന്നാ വരുവോ? ഞാൻ വരാം. അതെ, കുറച്ച് ദിവസമായിട്ടേ മോൾക്ക് ആകെ കൂടി എന്തോ വ്യത്യാസം പോലെ. എന്താ കഴിയും? ഏത് നേരവും ഫോണും കൈ പിടിച്ച് എന്തോ ആലോചിച്ചിരിക്കുന്നു. നീ അവളോട് ചോദിച്ചില്ലൊന്നും? ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. നീ ഒരു പണി, എന്തായാലും നീ ക്ലാസ് ടീച്ചറൊന്ന് വിളിക്കും. നീ സ്കൂളിൽ എന്തെങ്കിലും കാര്യമൊന്നും അറിയാലോ കേട്ടോ. എടി എടി നിഹ, എന്താ പറ്റിയേ? എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. അയാളെന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞാൽ വിളിച്ചത്. ഞാനാണെങ്കിൽ എൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തു. ഇന്ന് അയാൾ എന്നെ കാണണമെന്നാ പറഞ്ഞേക്കണം. അപ്പോൾ നീ വരില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വരില്ലാന്ന്. നമ്മളിവിടെ കുറേ നേരം ചിലപ്പോൾ പോയി കാണൂടാ, നോക്കണം. ഇതേടാ അവള് നീ പോയി എന്നാ പോവാ. നിനക്ക് വേണമെങ്കിൽ പോയാ പോലെ എന്നെ കൂട്ടി വിളിക്കുന്നത് പേടിയാവുന്നടാ. വേണ്ട, എന്നെ കൊണ്ട് വാ എന്നാ പോവാ. പോയില്ല വേണ്ട. സമയങ്ങളിൽ എന്നാ പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ മിണ്ട, എന്തായാലും നമ്മൾ കുറേ ആൾ ഇന്നല്ലേ. എടാ നോക്കടാ, എന്താ സംഭവം? അവൾക്ക് കാരണമില്ലല്ലോ.
ഇവിടെ നോക്കാം. അതെ, നിഹ ഒരു കാറി കയറി പോണുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ ഇറങ്ങാറ്? ഹലോ, കൺട്രോൾ റൂം. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ഗൂഢസംഘം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇതിന് ഇരയാകുന്നത്. അധ്യാപകരാണെന്ന് പറഞ്ഞും സുഹൃത്ത് ചമഞ്ഞുമാണ് കുട്ടികളുടെ ഈ സൗഹൃദ സംഘം ബന്ധം സ്ഥാപിക്കുന്നത്. ചതിയിൽ വീഴുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി തുടർന്നും ചൂഷണം ചെയ്യും. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ അറിയില്ല, പരിചയമില്ലാത്ത നമ്പർ. നമ്പറുകളിൽ നിന്ന് വിളികൾ വന്നാൽ നിങ്ങൾ രക്ഷകർത്താക്കളെ ഏൽപ്പിക്കണം ഫോൺ. ഒരു കാരണവശാലും നിങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഹലോ, നരാധവന്മാർ ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിത്രങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് വരും. ഇത്തരം നരാധവന്മാർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപകമായിട്ട്